പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. ബഹുമാനപ്പെട്ട മത്തായി വിലനിലത്തച്ഛൻ, ശമാശൻ, കർത്താവിൽ വിശ്വാസികളെ, യേശുക്രിസ്തുവിന്റെ ജന്മപ്പെരുന്നാളിന് ശേഷമുള്ള ഞായറാഴ്ചയാണ്. ഡിസംബർ മാസം 27 ശിശുവധ പെരുന്നാൾ ദിനം കൂടിയാണ്. ഫീസ്റ്റ് ഓഫ് ദ ഹോളി ഇന്നസെൻസ്. വിദ്വാൻമാരുടെ വരവും കന്യകമറിയാമും ജോസഫും യേശുവിനെയും കൊണ്ട് ഈജിപ്തിലേക്ക് ഓടിപ്പോകുന്നതും അവിടെ താമസിക്കുന്നതും തിരിച്ച് ഹെറോദേസിന്റെ മരണവാർത്ത അറിഞ്ഞ് യഹൂദിയയിലേക്ക് വരികയും വീണ്ടും അർക്കലയോസ് അവിടെ ഭരണം നടത്തുന്നു എന്നറിഞ്ഞ് ഭയന്ന് ഗലീലയിലെ നസ്രയത്തിൽ പോയി പാർക്കുന്നതും ഇതൊക്കെയാണ് ഇന്നത്തെ വേദഭാഗത്തെ ചിന്തകൾ എന്ന് പറയുന്നു. ഈ സംഭവം മത്തായി ശ്ലീഹ മാത്രമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഞാൻ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും, ശിശുവധവും ശിശുക്കളുടെ വധവും അതുപോലെ തന്നെ വിദ്വാൻമാരുടെ വരവും രാജകൊട്ടാരത്തിൽ അവരെത്തുന്നതും ക്രിസ്തുവിനെ കാണാൻ അവർ വരുന്നതും തിരികെ മറുവഴിയായി പോകുന്നതും ഹെറോദേസ് കുഞ്ഞുങ്ങളെ കൊല്ലുന്നതും അങ്ങനെയുള്ള ഈജിപ്തിലേക്കുള്ള അവരുടെ ഓടിപ്പോക്കുമെല്ലാം മത്തായി ശ്ലീഹ മാത്രമാണ് രേഖപ്പെടുത്തുന്നത്. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ ഈ സംഭവം ഇല്ല എന്ന് മാത്രമല്ല, ഇതുമായിട്ട് കണക്ട് ചെയ്യാൻ ഒരു പ്രയാസവും വരുന്നുണ്ട്. കാരണം ലൂക്കോസിന്റെ സുവിശേഷത്തിൽ 8-ാം ദിവസത്തെ പരിച്ഛേദനാകർമ്മത്തെ പറ്റി പറയുന്നുണ്ട്. ഈ ഈജിപ്തിലേക്ക് ഓടിപ്പോകുന്ന സംഭവം അങ്ങനെയുള്ള സംഗതികളുടെ ഇടയിൽ ബേത്ലഹേമിൽ വെച്ച് പരിച്ഛേദനാകർമ്മം അല്ലെങ്കിൽ യെരുശലേമിൽ വെച്ചോ പരിച്ഛേദനാകർമ്മം നടത്തുന്നതിനുള്ള സമയം അവിടെ പറയുന്നില്ല. 8-ാം ദിവസത്തെ പരിച്ഛേദനാകർമ്മം, പിന്നെ 40-ാം ദിവസത്തെ ശുദ്ധീകരണത്തിന്റെ കർമ്മം നിർവഹിക്കുവാൻ യെരുശലേം ദേവാലയത്തിൽ വരുന്ന കാര്യം, അങ്ങനെയുള്ള സംഗതികളൊക്കെ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ പറയുന്നത് കൊണ്ട് മത്തായി ശ്ലീഹ ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന സംഭവം എപ്പോൾ നടന്നു എന്നുള്ള ഒരു കോൺട്രഡിക്ഷൻ ഉണ്ട് അവിടെ. ക്രിസ്തു ജനിച്ചു കഴിഞ്ഞ് ഉടനെ തന്നെ വിദ്വാൻമാരെത്തിയോ, ഉടനെ തന്നെ ആണോ ഈജിപ്തിലേക്ക് ഓടിപ്പോകുന്നത്? ഇങ്ങനെയുള്ള ഈ രണ്ട് സുവിശേഷങ്ങളിലെയും ക്രിസ്തുവിന്റെ ജനനത്തെ പറ്റിയുള്ള ഈ വ്യത്യസ്തമായ പരാമർശങ്ങൾ നമ്മൾ ഇന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുന്ന തരത്തിൽ എന്ന് പറഞ്ഞാൽ ക്രിസ്മസിന്റെ ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട് വിദ്വാൻമാരുടെ വരവും പുൽക്കൂടിലും ഒക്കെ പറയുന്നുണ്ടല്ലോ. അതൊന്നും പുൽക്കൂട്ടിലാണ് വിദ്വാൻമാർ വന്ന് അങ്ങനെയല്ലേ സ്കിറ്റിനകത്തെല്ലാം നമ്മൾ ഡ്രാമ ചെയ്തു. പക്ഷെ മത്തായി ശ്ലീഹ രേഖപ്പെടുത്തിയിരിക്കുന്നത് എങ്ങനെയാ? അവർ കുഞ്ഞിനെയും അമ്മയെയും എവിടെ ചെന്ന് കണ്ട? പുൽക്കൂട്ടി ചെന്ന് കണ്ടു എന്നാണോ പറയുന്നത്? വീട്ടിൽ ചെന്ന് കണ്ടു എന്നാ പറഞ്ഞിരിക്കുന്നത്. വീട്ടിൽ ചെന്ന് കണ്ടു എന്നാ പറഞ്ഞിരിക്കുന്നത്, പുൽക്കൂട്ടിൽ എന്നല്ല പറഞ്ഞിരിക്കുന്നത് മത്തായി ശ്ലീഹായുടെ സുവിശേഷത്തിൽ. നമ്മൾ സ്കിറ്റും ഡ്രാമയൊക്കെ അങ്ങനെയാ ചെയ്യുന്നത്, രണ്ടും കൂടെ രണ്ട് കഥയും കൂടെ ചേർത്ത് വെച്ചുകൊണ്ട് ഒരേ സമയം നടന്നു എന്നുള്ളത്. പക്ഷേ ലൂക്കോസിന്റെ സുവിശേഷവും മത്തായി ശ്ലീഹായുടെ സുവിശേഷവും ഒന്നിച്ചു വായിച്ച് അത് മനസ്സിലാക്കിയാൽ പണ്ഡിതന്മാർ പറയുന്നത് ഈജിപ്തിലേക്കുള്ള ഓടിപ്പോക്കെന്ന് പറയുന്നത് ക്രിസ്തു ജനിച്ചതിന് ശേഷമുള്ള 2-ാമത്തെ പെസഹ പെരുന്നാളിലെത്താൻ തക്കവണ്ണം യെരുശലേമിൽ അവർ വന്ന ബേത്ലഹേം അടുത്താണല്ലോ, ബേത്ലഹേമിൽ താമസിച്ച് കൊണ്ട് യെരുശലേമിൽ പെസഹ പെരുന്നാളിന് വരുന്ന സന്ദർഭത്തിലാണ് വിദ്വാൻമാരുടെ വരവും അങ്ങനെയുള്ള സംഗതി. എന്ന് പറഞ്ഞാൽ ഒരു 1.5 വയസ്സ് പ്രായം. 2-ാമത്തെ പെരുന്നാൾ എന്ന് പറയുമ്പോൾ ഒരു പെസഹ പെരുന്നാൾ കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ ഉടനെ കുഞ്ഞ് ജനിച്ച പിന്നെ 1 വർഷം കൂടി
അങ്ങനെ വരുമ്പോൾ ഒരു 1.5 വയസ്സ് പ്രായം കഴിയുമ്പോഴാണ് വിദ്വാൻമാരുടെ വരവും. അതുകൊണ്ടാണ് ഹെറോദേസ് രാജാവ് പറയുന്നത്, വിദ്വാൻമാർ തന്നെ കളിപ്പിച്ചു എന്ന് തോന്നിയപ്പോൾ ഹെറോദേസ് എന്താ ചെയ്തേ? വിദ്വാൻമാരോട് ചോദിച്ചറിഞ്ഞ കാലത്തിനൊത്തവണ്ണം, പിന്നെ പറയുന്നത് എന്താ, 2 വയസ്സിൽ താഴെയുള്ള എല്ലാ ആൺകുഞ്ഞുങ്ങളെയും 2 വയസ്സിൽ താഴെയുള്ള എല്ലാ ആൺകുഞ്ഞുങ്ങളെയും ബേത്ലഹേമിലും അതിന്റെ ചുറ്റുപാടുമുള്ള എല്ലാ കുഞ്ഞുങ്ങളെയും കൊല്ലാൻ ഉത്തരവ് കൊടുത്തു. മനസ്സിലായില്ലേ? അപ്പം വിദ്വാൻമാരോട് ചോദിച്ചറിഞ്ഞ് അവർ നക്ഷത്രം കണ്ട സമയം വിദ്വാൻമാർ ലേറ്റായാ വന്നു. 1.5 വർഷം കഴിഞ്ഞാ വരുന്നത്. ക്രിസ്തു ജനിച്ച് 1.5 വർഷം കഴിഞ്ഞാ വരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് അപ്പൊ ഒരു കുറച്ചുകൂടെ അങ്ങോട്ട് മാർജിനിട്ട് 2 വയസ്സിൽ താഴെയുള്ള എല്ലാവരെയും കൊല്ലാൻ. ഉടനെ ആയിരുന്നെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ആഴ്ചയിലോ അതിനടുത്ത ആഴ്ചയിലോ ഈ ദേശത്ത് ജനിച്ച മതിയല്ലോ, അങ്ങനെ ചെയ്താൽ മതിയല്ലോ. 2 വയസ്സിൽ താഴെയുള്ള. അപ്പൊ അതുകൊണ്ട് ഈ 2 സുവിശേഷങ്ങളെയും നമ്മൾ മനസ്സിരുത്തി വായിക്കുമ്പോൾ ഈ 2 പ്രശ്നങ്ങൾ അവിടെ ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. പിന്നെ വിദ്വാൻമാരെന്ന് നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും പല ട്രാൻസ്ലേഷനിലും രാജാക്കന്മാരെന്നാ പറയുന്നത്. രാജാക്കന്മാർ. ജനിച്ചതാരാണ്? രാജാവാണ് ജനിച്ചിരിക്കുന്നത്. രാജാവിനെ കാണാനായിട്ട് വന്നതും രാജാക്കന്മാരാകാം. 72-ാം സങ്കീർത്തനം 10-ാം വാക്യം ത്തിൽ നീതിയുള്ള രാജാവിനെ കാണാനായിട്ട് വരുന്ന തർശീശിലെയും ദ്വീപുകളിലെയും രാജാക്കന്മാരെ പറ്റിയും ശെബയിലെയും സെബയിലെയും രാജാക്കന്മാരെ പറ്റിയും പറയുന്നുണ്ട്. നീതിമാനായ രാജാവിനെ കാണാനായിട്ട് ഓടിയെത്തുന്ന തർശീശിലെയും ദ്വീപുകളിലെയും രാജാക്കന്മാർ, ശെബയിലെയും സെബയിലെയും രാജാക്കന്മാരെ പറ്റി അവിടെ പറയുന്നുണ്ട്. അപ്പൊ അതൊരു സങ്കീർത്തനത്തിൽ പറഞ്ഞിരിക്കുന്നത് ഒരു പ്രവചനമായിട്ട് എടുത്തുകൊണ്ട് ആ പ്രവചനത്തിന്റെ പൂർത്തീകരണമായിട്ട് യേശുക്രിസ്തുവിന്റെ ജനനത്തിൽ രാജാക്കന്മാര് വന്നു എന്നാണ്. 68-ാം സങ്കീർത്തനത്തിന്റെ 29-ാം വാക്യത്തിലും രാജാക്കന്മാർ കാഴ്ചയുമായിട്ട്, നീതിമാനായ രാജാവിനെ കാണാൻ രാജാക്കന്മാർ കാഴ്ചയുമായിട്ട് വന്നു എന്നുള്ളതും രേഖപ്പെടുത്തുന്നുണ്ട്. അപ്പൊ അതിന്റെ പശ്ചാത്തലത്തിൽ ഈ രാജാക്കന്മാരാണ് വന്നത്. രാജാക്കന്മാരുമാണ് വന്നതെങ്കിൽ നമ്മൾ ഇവര് വിദ്വാൻമാർ എത്ര പേരെന്നുണ്ടെന്നാ പറയുന്നത്? മത്തായി ശ്ലീഹായുടെ സുവിശേഷത്തെ 3 പേരെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, 3 പേരെന്ന് പറഞ്ഞിട്ടില്ല. 3 കാഴ്ചകൾ വെച്ചു എന്നുള്ളത് പറയുന്നുണ്ട്. ആ കാഴ്ചകളുടെ പ്രാധാന്യത്തെ പറ്റിയൊക്കെ നമ്മൾ ഇങ്ങനെ പഠിപ്പിക്കുന്നുണ്ട്. പൊന്ന്, മൂര്, കുന്തിരിക്കം അത് രാജ്യത്വത്തിന്റെയും പൗരോഹിത്യത്തിന്റെയും ഒക്കെ സിംബോളിക് ആണെന്ന് പറയുന്നുണ്ട്. അങ്ങനെ 3 സിംബോളിക്കായ 3 കാഴ്ചകൾ വെച്ചു എന്നുള്ളതാണ്. പക്ഷെ രാജാക്കന്മാർ 3 ആണോ? അല്ല. അല്ലെങ്കിൽ വന്നവർ 3 ആണെന്ന് പറയുന്നില്ല. അവര് 6 പേരാണെന്ന് പറയുന്നുണ്ട്, 7 പേരാണെന്ന് പറയുന്നുണ്ട്, 12 പേരാണെന്ന് പറയുന്നുണ്ട്. അങ്ങനെയൊക്കെയുള്ള പാരമ്പര്യങ്ങൾ ഉണ്ട് ഈ വന്നവർ. എന്ന് മാത്രമല്ല, അവർ രാജാക്കന്മാര്, വിവിധ സ്ഥലങ്ങളിലെ സ്നേഹബന്ധമുള്ള രാജാക്കന്മാർ ഒന്നിച്ചാണ് വന്നത്. അപ്പൊ അവരുടെ കൂടെ വരുന്ന രാജാക്കന്മാർ വരുമ്പോൾ അവരുടെ അകമ്പടി നായകന്മാരുണ്ട്, അവരുടെ പട്ടാളക്കാരുണ്ട്. അവര് രാജാക്കന്മാരായതുകൊണ്ടാണ് അവർ കൊട്ടാരത്തിലേക്ക് പോയതും. ക്രിസ്തുവിനെ രാജാവ് ജനിച്ചിരിക്കുന്നതിന്റെ ആ നക്ഷത്രത്തെ പറ്റിയും പറയുന്നത്. ആ നക്ഷത്രത്തെ പറ്റി ജ്യോതിഷ ശാസ്ത്രജ്ഞന്മാർ, നമുക്കറിയാം പഴയ രാജകൊട്ടാരങ്ങളിലാണ് നക്ഷത്രങ്ങളെ പറ്റി പഠിക്കുന്നവരുള്ളത്. നക്ഷത്രങ്ങളെ പറ്റിയും സ്വപ്നങ്ങളെ പറ്റിയൊക്കെ പഠിക്കാനായിട്ടുള്ളവരെ നിയോഗിച്ചിരിക്കുന്ന കൊട്ടാരങ്ങളിലാണ്. അപ്പൊ കൊട്ടാരത്തിൽ ുള്ള ശാസ്ത്രജ്ഞന്മാർ ഇത് കണ്ടപ്പോൾ, നക്ഷത്രങ്ങളെ പറ്റി കണ്ടപ്പോൾ, ആ നക്ഷത്രത്തിനെ പറ്റിയ സ്വഭാവം പറഞ്ഞു. ആ നക്ഷത്രത്തിൽ ഒരു അമ്മ, ഒരു കിരീടം വെച്ച ഒരമ്മ ഒരു കുഞ്ഞിനെയും ഏന്തി ഇരിക്കുന്നതും, അവിടെ യഹൂദന്മാരുടെ രാജാവ് ജനിച്ചിരിക്കുന്നു എന്ന് അതിലൊരു എഴുത്തും കണ്ടു എന്നും ഒക്കെ പാരമ്പര്യങ്ങളുണ്ട്. ഇങ്ങനെയുള്ള പാരമ്പര്യങ്ങളൊക്കെ ഉണ്ട്.
അപ്പൊ ഈ ഇത് കണ്ടോണ്ട് ഇത് ശാസ്ത്രജ്ഞന്മാര് രാജാക്കന്മാരെ ബോധിപ്പിച്ചു. അങ്ങനെ സുഹൃത്തുക്കളായ സ്നേഹിതന്മാരായ ചെറിയ നാട്ടുരാജ്യത്തിലെ രാജാക്കന്മാർ ഒന്നിച്ചു കൂടി ഈ പറഞ്ഞ പോലെ ശബയിലെയും തർശീഷിലെയും പിന്നെ ദ്വീപുകളിലെയും രാജാക്കന്മാർ 72-ാം സങ്കീർത്തനം 10-ാം വാക്യം. അപ്പൊ അവിടുത്തെ രാജാക്കൻ അവർ ഒന്നിച്ചു കൂടി അവർ ഈ 3 കാഴ്ചകൾ സിംബോളിക്കായി ഉള്ള ഈ 3 കാഴ്ചകൾ അവർ കൊണ്ടുവന്നു എന്നുള്ളതാണ് എന്താണ് വയ്ക്കുന്നത്. അപ്പോൾ ആ കൂടെ അകമ്പടി നായകന്മാരും ഒക്കെ ഉണ്ട്. അവരതുകൊണ്ടാണ് കൊട്ടാരത്തിലേക്ക് പോയതും രാജാക്കന്മാരായതുകൊണ്ടായിരിക്കാം കൊണ്ടാണ് കൊട്ടാരത്തിലേക്ക് പോയത്. രാജാക്കന്മാർ കൊട്ടാരത്തിലേക്ക് ചെന്നു. തന്നെയല്ല, അതൊരു വലിയ സംഭവമാണ്. ഇത്രയും രാജാക്കന്മാർ വലിയ അകമ്പടി നായകന്മാരും ഒക്കെ ആയിട്ട് വന്നപ്പോഴത്തേക്ക് അതാണ് ഹെറോദേസ് ഇത്രയും ഭയക്കാൻ കാര്യം. ഒരു കുഞ്ഞിന്റെ ജനനം എന്നുള്ളതല്ല വിഷയം. ഇത്രയും ഭയക്കാൻ കാര്യം ഇത്രയും രാജാക്കന്മാര് അവരുടെ അകമ്പടി നായകന്മാരും വലിയൊരു സന്നാഹങ്ങളോടുകൂടി കൊട്ടാരത്തിൽ എത്തിക്കഴിഞ്ഞപ്പോൾ ഹെറോദ് ദ ജൂ എന്ന് പറഞ്ഞ വലിയ ഒരു സ്റ്റഡി ഉണ്ട്, ഒരു തീസിസ് ഉണ്ട്. ഒരു ഹെറോദ് ദ ജൂ യഹൂദനായിരുന്നു. റോമാ സാമ്രാജ്യത്തിൽ ഈ പലസ്തീന്റെ ചുമതല കൊടുത്തിരുന്ന ഹെറോദിന് അദ്ദേഹം ഒരു യഹൂദനായിരുന്നു എന്നുള്ള ഒരു പഠനമുണ്ട്. അദ്ദേഹം അപ്പോൾ യഹൂദന്മാരുടെ രാജാവായിട്ട് വേറൊരാൾ ജനിക്കുന്നതെന്ന് പറയുന്ന അദ്ദേഹത്തിന് ഭീഷണിയാണ്, അദ്ദേഹത്തിന്റെ പിൻതലമുറയ്ക്കും ഭീഷണിയാണ്. അങ്ങനെയാണ് അദ്ദേഹം ഭയത്തോടെ കാണുന്നത്, ഭയത്തോടെ കാണുവാൻ തക്കവണ്ണം ഇടയായത്. അപ്പോ ഈ സംഗതികളൊക്കെ പറയുന്നുണ്ട്. അഫ്രൈം പിതാവും യൗസേബിയോസ് എന്ന് പറയുന്ന യൗസേബിയോസ് എന്ന് പറയുന്ന ചരിത്രകാരനും പറയുന്നത് ക്രിസ്തു ജനിച്ചതിന് ശേഷമുള്ള രണ്ടാമത്തെ പെസഹ പെരുന്നാളിൽ ആണ് യേശു ക്രിസ്തു ഈജിപ്തിലേക്ക് ഓടിപ്പോകുന്ന ആ സംഭവം, അല്ലെ വിദ്വാൻമാരുടെ വരവും ഈജിപ്തിലേക്ക് ഓടിപ്പോകുന്ന ആ സംഭവവും ഒക്കെ കാണുന്നു. ഇവിടെ പ്രധാനമായിട്ടും നമ്മൾ നമ്മുടെ സാധാരണ ജീവിതവുമായിട്ട് ബന്ധിച്ച് നോക്കുമ്പോൾ, പ്രത്യേകിച്ച് ഇന്നത്തെ ലോക രാഷ്ട്രീയ ചുറ്റുപാടുകളൊക്കെ ആയിട്ട് നമ്മൾ ചിന്തിച്ചു നോക്കുമ്പോൾ ഹെറോദ് എന്ന് പറയുന്ന മനുഷ്യന്റെ ആ കുതന്ത്രം അത് നമ്മൾ ഗൗരവമായിട്ട് തന്നെ മനസ്സിലാക്കേണ്ടതാണ്. അദ്ദേഹത്തിന്റെ ആ കുതന്ത്രം ഇന്നത്തെ സാധാരണ മനുഷ്യര്, രാഷ്ട്രീയക്കാർ മാത്രമല്ല, സാധാരണ മനുഷ്യരെല്ലാവരും ഉള്ള ഒരു ശൈലി അവിടെ പ്രകടമാണ്. ഹെറോദിൽ ഈ രാജാക്കന്മാരെ സ്വീകരിക്കുന്നു, അവരിൽ നിന്ന് കേൾക്കുന്നു, അവരെ ബഹുമാനത്തോടെ കാണുന്നു. പക്ഷെ അതിന്റെ മുന്നിലെല്ലാം കാപട്യമാണ് എന്നുള്ളത്. കാപട്യത്തോടെയാണ് ആ ബാഹ്യമായ എല്ലാ സന്തോഷങ്ങളിലും പങ്കുവെക്കുമ്പോഴും അദ്ദേഹത്തിന്റെ ഹൃദയം, മനസ്സ് ഇളകി മറിയുകയാണ്. ഇതൊക്കെ നമ്മൾ സാധാരണ ജീവിതത്തിൽ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. കാപട്യത്തോടെ കാണുന്നു, കള്ളം പറയുന്നു. നിങ്ങൾ അവനെ പോയി വന്നിച്ചിട്ട് വരിക, എനിക്കും അവനെ പോയി വണങ്ങേണ്ടിയിരിക്കുന്നു. കള്ളം പറയുന്നു. ഇന്ന് നമ്മൾ നോക്കിയാൽ ഇതൊക്കെ ഇതേപോലെ അധികാരസ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർ ഉത്തരവാദിത്വ ബോധത്തോടെ അധികാരസ്ഥാനങ്ങൾ ചുമതലപ്പെടുത്തിയിരിക്കുന്നു. സാധാരണ മനുഷ്യൻ സാധാരണ ജീവിതത്തിൽ കള്ളം പറയുന്ന പോലെയല്ലോ അധികാരസ്ഥാനത്തിൽ ഇരിക്കുന്ന അവരിൽ നിന്ന് നാം പ്രതീക്ഷിക്കുന്നത് എന്താ? സത്യം മാത്രമല്ലേ? അതേ പാടുള്ളൂല്ലോ. അപ്പോ അധികാരസ്ഥാനത്തിരിക്കുന്നവർ കള്ളം പറയുന്നു എന്നുള്ളത് എന്ന് മാത്രമല്ല, ദുരുദ്ദേശത്തോടെ അന്വേഷണം നടത്തുന്നു. ഇപ്പൊ നമ്മുടെ പോലീസുകാർ ഈ കേസിനെ പറ്റി, ഹെറോദിനെ പറ്റി അന്വേഷണം നടത്തുന്ന ഒരാണെങ്കിൽ എത്ര കേസുകൾ ചാർജ് ചെയ്യാമെന്നറിയാം? എത്ര കേസുകൾ ചാർജ് ചെയ്യാം? ദുരുദ്ദേശത്തോടെ അന്വേഷണം നടത്തുന്നു. അവൻ എവിടെയാണ്, ആരെയാ വിളിച്ചു കൂട്ടുന്നത്? പരീശന്മാരെയും സദൂക്യരെയും ഒക്കെ വിളിച്ചു കൂട്ടുകയാണ്. മശിഹ എവിടെയാണ് ജനിക്കുന്നത്? അന്വേഷണം എന്താ? മശിഹയെ പോയി കാണുന്നതിന് വേണ്ടിയല്ല, മറിച്ച് ദുരുദ്ദേശത്തോടു കൂടിയാണ്. എന്ന് മാത്രമല്ല, എല്ലാ കുഞ്ഞുങ്ങളെയും കൊന്നൊടുക്കാൻ ഒരു അധികാര സ്ഥാനത്തിൽ ഇരിക്കുന്ന ആൾക്ക് എത്രമാത്രം ശക്തി ഉണ്ടാവുക എന്നുള്ളത്. എല്ലാ കുഞ്ഞുങ്ങളെയും കൊന്നൊടുക്കാനായിട്ട് കൽപ്പന കൊടുക്കും. പട്ടാളക്കാരത് പാലിച്ചുകൊണ്ട് ഓടിപ്പോയി എല്ലാ ഭവനങ്ങളും സെർച്ച് ചെയ്ത്
കുഞ്ഞുങ്ങളുടെ സാന്നിധ്യം ഉണ്ടോ എന്നറിയുന്ന ഭവനങ്ങൾ. ഒരു വീട്ടിൽ കുഞ്ഞുണ്ടെന്നുണ്ടെങ്കിൽ കുഞ്ഞിനെ വെച്ച് ഒളിപ്പിച്ചു വെച്ചാലും അവർക്ക് കണ്ടുപിടിക്കാം. കാര്യം എന്തെങ്കിലും സാധനം അവിടെ കാണും കുഞ്ഞുങ്ങൾ ഉപയോഗിക്കുന്നത്. ഒരു കളിപ്പാട്ടം കാണും, അല്ലെങ്കിൽ കുഞ്ഞിന്റെ കരച്ചിൽ അവർക്ക് കേൾക്കാം, അല്ലെങ്കിൽ കുഞ്ഞിന്റെ വസ്ത്രങ്ങൾ കാണും, അല്ലെങ്കിൽ കുഞ്ഞിനെ കിടത്തുന്ന ചെറിയ പാ കാണും. എന്തെങ്കിലും ഒരു വസ്തു ഈ ധൃതിയിൽ ഒളിച്ചു വെക്കാതിരിക്കാൻ അവർക്ക് പറ്റും. ഓടിപ്പോയി എല്ലാ കുഞ്ഞുങ്ങളും അതുകൊണ്ട് കൊല്ലപ്പെടും. എല്ലാ കുഞ്ഞുങ്ങളും. വളരെ നഥാനിയേലിന്റെ ഒക്കെ കഥയുണ്ട്, ഒളിച്ച് സൂക്ഷിച്ച കഥ ഉണ്ട്. അത് ഞാനിവിടെ പറഞ്ഞിട്ടുള്ള കഥകളാണ്. ഈജിപ്തിലേക്ക് അവർ ഓടിപ്പോകുന്നുണ്ട്. അതുകൊണ്ട് ഒളിച്ച് താമസിക്കാൻ, അവിടെ തന്നെ കുഞ്ഞിനെ ഒളിപ്പിച്ചു വെച്ച് താമസിക്കാനോ രക്ഷപ്പെടുത്താനോ പ്രയാസമായ കാര്യമാണ്. അതുകൊണ്ടാണ് ഈജിപ്തിലേക്ക്, അടുത്ത രാജ്യത്തേക്കാണ് ഓടിപ്പോകുന്നത്. അടുത്ത രാജ്യത്തേക്കാണ് ഓടിപ്പോകുക. ആ ഓടിപ്പോക്കലുമായി ബന്ധപ്പെട്ടൊക്കെ ചില കഥകളൊക്കെ ഉണ്ട്. ഒന്ന്, യേശുക്രിസ്തുവിനെയും കൊണ്ട് ജോസഫും, തണുത്ത രാത്രിയാണല്ലോ, രാത്രിയായി ഒരു ഗുഹയിൽ താമസിച്ചു. ഒരു ചിലന്തി ഈ കുഞ്ഞിനെ കണ്ടു. ചിലന്തി, നമുക്കറിയാമല്ലോ, യേശുക്രിസ്തുവിന്റെ ജനനത്തിൽ ആദ്യം സാക്ഷികളാകുന്നത് കന്നുകാലികളാണ്. അത് കഴിഞ്ഞാണ് ആട്ടിടയന്മാരും എല്ലാം ഓടി വരുന്നത്, മനുഷ്യരൊക്കെ വരുന്നത്. കന്നുകാലികളാണ് സാക്ഷിയാകുന്നത്. ഈ ചിലന്തി ഈ കുഞ്ഞിനെ കണ്ടു, തണുത്ത് വിറങ്ങലിക്കുന്ന കുഞ്ഞിനെ. ചിലന്തി എന്താ ചെയ്തതെന്നറിയാമോ? ആ ഗുഹയുടെ മുഖം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടന്ന് നെറ്റ് കെട്ടി തണുപ്പകത്ത് പ്രവേശിക്കാതിരിക്കാൻ തക്കവണ്ണം അത് നെറ്റ് കെട്ടിയതായിട്ട്, ഈ ഗുഹാമുഖത്തിന് നെറ്റ് കെട്ടിയതായിട്ട് കഥയിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ വലതുഭാഗത്തെ കള്ളനുമായി ബന്ധപ്പെട്ടൊരു കഥയുണ്ട്. ഈജിപ്തിലേക്ക് ഓടിപ്പോകുന്നതുമായി ബന്ധപ്പെട്ട വലതുഭാഗത്തെ കള്ളൻ. ഈജിപ്തിലേക്ക് ഓടിപ്പോകുന്ന സമയത്ത് വഴിയിൽ വെച്ച് കൊള്ളക്കാർ പിടിച്ചു. പിടിച്ചു നിർത്തിയിട്ട് ഭാണ്ഡങ്ങളൊക്കെ അഴിച്ചു നിർത്താൻ പറഞ്ഞു. കൊള്ളക്കാർ പിടിച്ചു കഴിഞ്ഞാൽ അന്ന് കൊള്ളക്കാർ ഇത് പിടിച്ചെടുത്തിട്ട് അവരെ കൊല്ലുകയും കൂടാ ചെയ്യുന്നത്. അപ്പോഴാണ് ഒരു കള്ളൻ യേശുക്കുഞ്ഞിന്റെ തേജസ്സിനെ പ്രത്യേകം ശ്രദ്ധിച്ചത്. യേശുക്കുഞ്ഞിന്റെ തേജസ് പ്രത്യേകം ആ കള്ളൻ ശ്രദ്ധിച്ചു. അപ്പൊ അതുകൊണ്ട് ആ കള്ളൻ പറഞ്ഞു, ഇവരെ ഉപദ്രവിക്കരുത്, ഇവരെ ഉപദ്രവിക്കാതെ വിട്ടയക്കണം എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന്റെ മനസ്സിന് ഒരു പ്രത്യേക സ്വാധീനമുണ്ടായി. അങ്ങനെ ഈ കുഞ്ഞിനെ ഉപദ്രവിക്കാതെ ഭാണ്ഡങ്ങളും എല്ലാം തിരിച്ചു കൊടുത്ത്, വസ്തുക്കളെല്ലാം തിരിച്ചു കൊടുത്ത്, ഈജിപ്തിൽ കെയ്റോയിൽ ജോസഫും മേരിയും യേശു കുഞ്ഞുമായി താമസിച്ച സ്ഥലത്ത് കോപ്റ്റിക് ഓർത്തഡോക്സ് സഭയുടെ ദേവാലയമുണ്ട്. കോപ്റ്റിക് ഓർത്തഡോക്സ് സഭയുടെ ആയിരക്കണക്കിന് തീർത്ഥാടകർ വരുന്ന ഈജിപ്തിൽ അവർ വന്ന് താമസിച്ച സ്ഥലത്ത് ദേവാലയമുണ്ട്. അപ്പൊ അവിടെ ആ കള്ളൻ അങ്ങനെ യേശുവിനെയും കുടുംബത്തെയും, ജോസഫിനെയും മേരിയെയും കുഞ്ഞിനെയും അവരെ വിട്ടയച്ചു എന്നാണ്. ആ കള്ളനാണ് വലത്തുഭാഗത്തെ കള്ളൻ എന്ന് നമ്മൾ പറയുന്ന കള്ളൻ. അവനാണ് പറഞ്ഞത്, യേശുവെ, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ ഞങ്ങളെയും ഓർക്കണമേ. അവനോട് പറഞ്ഞു, നീ ഇന്ന് എന്നോടുകൂടി പർദീസയിൽ ഇരിക്കുമെന്ന് കർത്താവ് പറഞ്ഞ ആ ഒറ്റ സ്റ്റേറ്റ്മെന്റിന്റെ വെളിച്ചത്തിൽ മാത്രമല്ല, പക്ഷെ ക്രിസ്തു അവനെ അറിയുന്നത്, ക്രിസ്തു ജനനം മുതൽ അറിയുന്നവനാണ്. ക്രിസ്തുവിന്റെ ജനനം മുതൽ അറിയുന്നവനാണ്. ഒരു കള്ളന്റെ മാനസികാവസ്ഥ ഇന്ന് ചാനലുകളിലും സോഷ്യൽ മീഡിയയിലും ഒക്കെ ഇന്ന് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കള്ളനുണ്ട്, രാജു എന്ന അടയ്ക്ക കള്ളൻ അല്ലേ. അദ്ദേഹത്തെ പറ്റി ഒരുപാട് പുകഴ്ത്തലുകളും, അദ്ദേഹത്തെ പറ്റി ഒരുപാട് മനുഷ്യരുടെ കാര്യങ്ങളും ഒക്കെ നമ്മൾ കാണുന്നുണ്ടല്ലോ, സോഷ്യൽ മീഡിയയിലെല്ലാം കാണുന്നുണ്ട്, പത്രത്തിലും ന്യൂസിലും ഒക്കെ വരുന്നുണ്ട്. ഒരു കള്ളന്റെ മാനസികാവസ്ഥ, ഒരു കള്ളന്റെ സ്വഭാവം. നമ്മൾ കള്ളൻ എന്ന് പറഞ്ഞ് എഴുതി തള്ളുന്ന ആൾ ഹെറോദിനേക്കാളൊക്കെ എത്രയോ മെച്ചമാണ്. ആയിരക്കണക്കിന് കുഞ്ഞുങ്ങളെ, അല്ലെങ്കിൽ നൂറുകണക്കിന് കുഞ്ഞുങ്ങളെ കൊന്നൊടുക്കി അവരുടെ പെരുന്നാൾ ഇന്ന് നാം കൊണ്ടാടുകയാണ്. ആരാണ്? അധികാരസ്ഥാനത്തിരുന്ന ഒരു രാജാവ്
തൻ്റെ അധികാരത്തെ പറ്റിയുള്ള, തൻ്റെ ഭാവിയെ പറ്റിയുള്ള ആകാംക്ഷ ഉണ്ടായപ്പോൾ, അധികാരത്തെ പറ്റിയുള്ള തൻ്റെ ആകാംക്ഷ, നൂറുകണക്കിന് കുഞ്ഞുങ്ങളെ കൊന്നൊടുക്കുവാൻ തക്കവണ്ണം അദ്ദേഹം അതിന് നിർദാക്ഷിണ്യം കൽപ്പന കൊടുത്തപ്പോൾ, ഒരു കള്ളൻ അവൻ്റെ തൊഴിലായ, അവൻ്റെ ഉപജീവന മാർഗമായ ഈ പണി, ഈ മോഷണത്തിൻ്റെ പണി, അവൻ ക്രിസ്തുവിനെ കണ്ടപ്പോൾ അവൻ്റെ മനസ്സലിഞ്ഞു എന്നുള്ളത്. അമ്മയും ജോസഫിനെയും മേരിയെയും കുഞ്ഞിനെയും കണ്ടപ്പോൾ അവനാണ് വലത്തു ഭാഗത്തെ കള്ളന്. നമ്മൾ കർത്താവിനോട്, ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾ എന്താ? വലതുഭാഗത്തെ കള്ളന്റെ ഓഹരി കിട്ടണമെന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നത്, അല്ലേ? നമ്മുടെ പ്രാർത്ഥനയിൽ നമ്മൾ ചൊല്ലുന്ന അതാണ്. എന്തോഹരിക്ക് വേണ്ടിയാ പറയുന്നേ? നമ്മൾ പറയുന്നേ വലതുഭാഗത്തെ കള്ളന്റെ ഓഹരി എന്നുള്ളതാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. കാരണം അവൻ ക്രിസ്തുവിനെ മനസ്സിലാക്കി എന്നുള്ളതാണ്. ക്രിസ്തുവിനെ മനസ്സിലാക്കി. എവിടെ? ജനിച്ചപ്പോൾ അവൻ ക്രിസ്തുവിനെ മനസ്സിലാക്കി, ക്രൂശിലും അവൻ ക്രിസ്തുവിനെ മനസ്സിലാക്കി എന്നുള്ളത്. ക്രൂശിൽ വെച്ച് മാത്രമല്ല, ക്രിസ്തുവിന്റെ ജനനത്തിങ്കൽ അവൻ ക്രിസ്തുവിനെ മനസ്സിലാക്കിയെന്നും, അവൻ ക്രൂശിൽ കിടക്കുമ്പോൾ ക്രിസ്തുവിനെ മനസ്സിലാക്കി എന്നുള്ളത്. അതാണ് കള്ളന്റെ ആ ഓഹരിയാണ്. ക്രിസ്തുവിനെ ഒരു നിമിഷം, ഏതെങ്കിലും ഒരു നിമിഷം മനസ്സിലാക്കുന്ന കാര്യമല്ല പറയും. നമ്മളൊക്കെ അങ്ങനെയുണ്ട്. ക്രിസ്തുവിനെ ചിലപ്പോൾ എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിലെ എന്തെങ്കിലും ഒരു അനുഭവത്തിന്റെ വെളിച്ചത്തിൽ, ദൈവം നൽകിയ വലിയ അനുഭവങ്ങളെ ഓർത്ത് നേർച്ച കാഴ്ച നടത്തും, ഒക്കെ ചെയ്യും. അത് കഴിഞ്ഞ് വീണ്ടും വിടുകയാണ് ദൈവത്തെ. ക്രിസ്തുവിനെ വിടുകയാണ്. പിന്നെ നാം അങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങൾ ഈ ദിവസം നാം സ്മരിക്കാനായിട്ടുണ്ട്. ഒരുപാട് മനുഷ്യർ, ഒരുപാട് വ്യക്തികൾ, ജീവികൾ, ചിലന്തി ഉൾപ്പെടെ വരുന്ന, കന്നുകാലികൾ മാത്രമല്ല, ചിലന്തി ഉൾപ്പെടെ വരുന്ന, ചെറിയ നിസാരമെന്ന്, നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ ഒരു ചിലന്തിയെ കണ്ടാൽ ചവിട്ടിക്കൊള്ളുന്ന നിസാരമായ ജീവികൾ വരെ ക്രിസ്തുവിനെ എങ്ങനെ മനസ്സിലാക്കിയെന്ന് ഇന്നത്തെ ദിവസം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ഒരു ചിലന്തി മുതൽ സകല ജീവികളും കള്ളന്മാര് വരെ. മനസ്സിലാകാത്ത ആർക്കാണ്? ഹെറോദിനാണ് മനസ്സിലാക്കാത്തത്. എത്ര രാജാക്കന്മാര് വന്നു ക്രിസ്തുവിനെ കാണാൻ, കാഴ്ചകളുമായിട്ടൊക്കെ വന്നു. അവരൊക്കെ അധികാരത്തിലുള്ളവരാണ്. അധികാരത്തിലിരിക്കുന്ന ഒരാൾക്കും ക്രിസ്തുവിനെ മനസ്സിലാക്കാൻ സാധിക്കത്തില്ലെന്നുള്ളതല്ല ഞാൻ പറഞ്ഞു. അധികാരത്തിലിരിക്കുന്നവർക്കും ചുമതലയുള്ളവർക്കും രാജാക്കന്മാരും എല്ലാം ക്രിസ്തുവിനെ മനസ്സിലാക്കാൻ ഉള്ള മാനസികാവസ്ഥ ഉള്ള എല്ലാവരും, ചിലന്തി മുതൽ രാജാക്കന്മാര് വരെ ക്രിസ്തുവിനെ മനസ്സിലാക്കിയവർ ഒന്നിച്ചുകൂടുന്ന ഒരു സംഭവമാണ് നമ്മളിവിടെ ഇന്ന് കാണുന്നത്. മനസ്സിലാക്കാൻ സാധിക്കാത്ത ഹെറോദുമാർ നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോഴെങ്കിലും നമ്മുടെ ചുറ്റും എപ്പോഴും ഉണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. കാപട്യത്തോടുകൂടി ഇടപെടുന്നതും, അധികാരസ്ഥാനത്തും ചുമതലയിൽ ഇരിക്കുമ്പോഴും അസത്യം പറയുകയും അതനുസരിച്ച് ജീവിക്കുകയും, അങ്ങനെ തൻ്റെ നിലനിൽപ്പിന് വേണ്ടി, ഈ ലോക സൗകര്യങ്ങൾ നിലനിർത്തുന്നതിന് വേണ്ടിയുള്ള തത്രപ്പാടുകൾ. ഞാൻ ഇന്നലെ ഒരു യുവാവുമായിട്ട് സംസാരിച്ചു. അപ്പോൾ അവന് ഈ പള്ളിയിലൊക്കെ, കുഞ്ഞായിരുന്ന സമയത്ത് പള്ളിയിലൊക്കെ കൊണ്ടുവരാനൊക്കെ വളരെ നിർബന്ധിക്കേണ്ടി വന്ന ആളാണ്. പക്ഷേ കോവിഡൊക്കെ വന്നു കഴിഞ്ഞ് ആരാധനയൊക്കെ ടി വിയിലേക്ക് ഇപ്പോൾ മോണിറ്റർ ഇതിലൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ നമ്മുടെ ആരാധനകളുടെ അർത്ഥം ഭംഗിയായിട്ട് പഠിക്കുന്നു. എന്നോട് പറയുകയാണ്, തിരുമേനി, നമ്മുടെ ആരാധന എത്ര സമ്പുഷ്ടമാണ്, അതിൻ്റെ അർത്ഥങ്ങൾ, അതിൻ്റെ സ്വാധീനം, അത് നമ്മുടെ മനസ്സിനെ സ്വാധീനിക്കുന്നത്. അതുകൊണ്ട് ഇപ്പൊ റെഗുലറായിട്ട് ആരാധന അറ്റൻഡ് ചെയ്യുന്ന ഒരു ആളായിട്ട് മാറി. നമുക്ക് ചുറ്റുമുള്ള സംഭവങ്ങൾ ക്രിസ്തുവിനെ കൂടുതലായിട്ട് ആഴങ്ങളിലേക്ക് മനസ്സിലാക്കാൻ തക്കവണ്ണം
നമ്മെ സ്വാധീനിക്കുന്നുണ്ടോ എന്നുള്ളത് ചിലന്തി മുതൽ മഹാരാജാക്കന്മാർ വരെ മനസ്സിലാക്കിയ ക്രിസ്തുവിനെ നമ്മുടെ ആരാധനയിലൂടെ മനസ്സിലാക്കാൻ തക്കവണ്ണം സാധിക്കുന്നുണ്ടോ? അതോ ഹെറോദിനെ പോലെ നമ്മുടെ ഈ ലോക സൗകര്യങ്ങളൊക്കെ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി എന്തും ചെയ്യാൻ മടിക്കാത്ത ഒരു സമൂഹത്തിന്റെ ഭാഗമായി നാമും നീങ്ങിക്കൊണ്ടിരിക്കുകയാണോ എന്നുള്ളതൊക്കെ ഇന്നത്തെ ഈ വേദഭാഗം നമ്മോട് ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. കർത്താവിൽ വിശ്വാസികളെ, ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കട്ടെ. പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുവാനായിട്ട് ഇനി ദിവസങ്ങൾ മാത്രം, കുറച്ച് ദിവസങ്ങൾ മാത്രം, 2-3 ദിവസങ്ങൾ മാത്രം കഴിയുമ്പോൾ പുതിയ വർഷത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. 2020 ഒരുപാട് പാഠങ്ങൾ 2020 നമ്മെ പഠിപ്പിച്ചു. ഞാൻ ഇന്ന് പറഞ്ഞതുപോലെ ചിലന്തി മുതൽ രാജാക്കന്മാർ വരെ മനസ്സിലാക്കിയ ക്രിസ്തുവിനെ, അവന്റെ തേജസ്സിനെ മനസ്സിലാക്കി അവനോടൊപ്പം യാത്ര ചെയ്യുവാനുള്ള ഒരു ജീവിത വഴി പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ആർജിച്ചെടുക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതിയാണ് എന്നുള്ളത് പ്രത്യേകമായിട്ട് ഞാൻ ഓർപ്പിക്കട്ടെ. ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.